മോശപ്രവാചകന്റെ ബാല്യകാലം. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായി കഴിഞ്ഞിരുന്ന സമയത്താണ് മോശപ്രവാചകൻ ജനിക്കുക. ക്രൂരനായ ഫറവോ യഹൂദർക്കുണ്ടാകുന്ന എല്ലാ ആൺകുട്ടികളെയും നൈൽ നദിയിൽ എറിഞ്ഞുകൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച സമയമായിരുന്നു അത്. മോശയുടെ അമ്മ കുഞ്ഞിനെ 3 മാസക്കാലം രഹസ്യമായി വളർത്തി. പിന്നീട് മറ്റൊരു മാർഗവും കാണായികയാൽ കുഞ്ഞിനെ അവൾ ഞാങ്ങണ കൊണ്ടൊരു കുട്ട നെയ്ത് നൈൽ നദിയിൽ ഒഴുക്കിവിട്ടു. ഈ സമയത്ത് ഫറവോയുടെ മകൾ നൈൽ നദിയിൽ കുളിക്കാൻ വന്നു. അപ്പോൾ അവൾ കണ്ടു, അതാ ഒരു കുട്ട ഒഴുകി നടക്കുന്നു. അവൾ ആ കുട്ട തുറന്നു നോക്കിയപ്പോൾ അതാ തൊട്ടിലിൽ മനോഹരമായ ഒരു കുഞ്ഞ്. അവൾക്ക് ഈ കുഞ്ഞിനെ കണ്ട് അനുകമ്പ തോന്നി. ഫറവോയുടെ മകൾ ആ കുഞ്ഞിനെയും എടുത്ത് നേരെ കൊട്ടാരത്തിലേക്ക് വന്നു. എനിക്ക് ഈ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഫറവോയുടെ മകൾ ആ കുഞ്ഞിന് മോശ എന്ന് പേരിട്ടു. അങ്ങനെ ഫറവോയുടെ കൊട്ടാരത്തിൽ തന്നെ ഒരു രാജകുമാരനെ പോലെ മോശപ്രവാചകൻ വളർന്നു വന്നു. ഇസ്രായേൽക്കാരെ തകർക്കാൻ ശ്രമിച്ച ഫറവോയുടെ അതേ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് മൂക്കിന് താഴെ ആ ഫറവോയുടെ സമ്പത്ത് ഉപയോഗിച്ച് ദൈവം മോശപ്രവാചകനെ ഉയർത്തിയെങ്കിൽ നിന്റെ ജീവിതത്തിലെ എല്ലാ ശത്രുക്കളുടെയും കോട്ടകൾക്കുള്ളിൽ നിന്നെ വളർത്തുന്നവനാണ് നിന്റെ ദൈവമായ യഹോവ.